ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഫാമിലി മൊത്തം ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ, എൻ്റെ ചേച്ചി, എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ പിന്നെ ചേച്ചിയുടെ രണ്ട് പിള്ളേർ, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. ചേച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്കല്ലേ വീട്ടിൽ വരുള്ളൂ. അപ്പോൾ ചേച്ചിയുടെ രണ്ട് മക്കളാണ് വേദു ആൻഡ് കുട്ടു എന്നാണ് ഞാൻ വിളിക്കണത്. അപ്പോൾ കുറച്ച് ദൂരമുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഓട്ടോയിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ട്രെയിൻ പോണത് ഇപ്പോൾ കാണുമ്പോഴാണ്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്നത്. അപ്പം നമ്മൾ ചമ്മിപ്പോയി ഗൈസ്. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. വെറുതെ ഓട്ടോയിൽ ഇങ്ങനെ ഇരിക്കുവാണല്ലോ, അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചി. കുട്ടൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ അവിടെ നോക്കി കാണാൻ അച്ഛനാണെങ്കിൽ ഫോട്ടോ ആണ് വിചാരിച്ചിട്ടാണ് അച്ഛനെ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ നോക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു വ്യൂ, കാരണം നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമല്ല ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കായലും പുഴയൊന്നല്ല ഗൈസ്, ഇത് ശരിക്കും പാടത്ത് വെള്ളം കയറിയതാണ്. ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലെത്തി. കുട്ടു അച്ഛനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. നല്ല രസമുള്ള ഒരു അമ്പലമായിരുന്നു, നല്ല ഭംഗിയാണ്. അത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ശ്രീ നമ്പിയങ്കാവ് ക്ഷേത്രമാണ്, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് തൊഴുത് കഴിഞ്ഞ് പ്രസാദം കിട്ടി. നാലമ്പലം ചുറ്റാനായിട്ട് ഞങ്ങൾ പോന്നു. പിന്നെ പ്രസാദം കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു ക്ലീഷേ വീഡിയോ, നടക്കുന്നു, കുറി തൊടുന്നു, ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ അത് മസ്റ്റായിട്ട് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു നല്ലൊരു വ്യൂ ഉള്ളൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നല്ലൊരു ആൽമരം കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് ചേച്ചിയാണ്. പിന്നെ അമ്മയുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തു. പിന്നെ ഫാമിലി ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ നല്ലൊരു ഫോട്ടോ സെഷന് പറ്റിയുള്ളൊരു ഏരിയ. അതിനായിട്ട് നമ്മൾ ഓട്ടോയിൽ കയറിയപ്പോൾ കുട്ടീനെ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. പക്ഷെ എനിക്ക് ഇത്ര വയസ്സായിട്ടുണ്ടെങ്കിലും ഞാൻ വിൻഡോ സീറ്റൊന്നും വിട്ടു കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ് കുട്ടൂന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിയിൽ ഒരു കടയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പരിപ്പ് വടയും ചായയൊക്കെ കുടിച്ചു. പരിപ്പ് വടയിൽ പരിപ്പും ഉപ്പും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പരിപ്പ് വടയിൽ ഈ രണ്ട് സാധനം ഉപയോഗിച്ചിട്ട് മാത്രം അത് കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തു. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് കുറച്ച് പ്രണയമൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ബിരിയാണി കടയിൽ നിന്ന് പോയിട്ട്, ബിരിയാണി ബൾക്കായിട്ട് വാങ്ങണം, കടയിൽ നിന്ന് പോയിട്ട് ബിരിയാണി വാങ്ങി നമ്മൾ കഴിച്ചു. പിന്നെ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.